ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മാർക്കറ്റിൽ പോകുന്നൊരു വീഡിയോ ആണ്. മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മാർക്കറ്റല്ല, മീൻ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിലെ ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ കുവൈറ്റിലുള്ള കുറേ പേർക്ക് അറിയാൻ പോയി കാണും, എല്ലാവരും പർച്ചേസ് ചെയ്ത് കാണും. എന്നാലും പോകാത്തവരുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യുക. എന്താ പറയുന്നത്, നല്ല അടിപൊളി സാധനങ്ങൾ, നല്ല കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട്, കൊറോണ ടൈം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കുറേയൊക്കെ ഞാൻ ക്യാൻവാസ് ചേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു, ബാക്കി അല്ലാണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അഭിപ്രായങ്ങൾ അറിയിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളിതാ ഒരുങ്ങി റെഡിയായി ചുന്ദരനും ചുന്ദരിയുമായിട്ടിരിക്കുവാണ്, അയച്ചുട്ടനും കുഞ്ഞിയും. അപ്പം ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചാറ്റ പറയാനും ഉമ്മ കൊടുക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ അവർ ക്യാമറ നോക്കിയിരിക്കുവാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ മിക്ക ബിൽഡിങ്ങിൻ്റെയും ഫ്രണ്ടിൽ ഇതേപോലൊരു വാട്ടർ ടാങ്ക് കാണും വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് എൻ്റെ ബ്രദറിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വാട്ടർ ടാങ്കാണ്. നമ്മൾ അവനെയും ഫാമിലിയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പിക്കൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ കുറച്ച് പിക്കൊക്കെ എടുത്ത് വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് അപ്പോൾ ഉമ്മ കൊടുക്കുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട്. പിന്നെ എനിക്ക് ഉമ്മ തരാൻ പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുവാണ്. പിന്നെ ഐസൂട്ട എനിക്കൊരു ഉമ്മയൊക്കെ തന്നു, കുഞ്ഞിയും തന്നു ഉമ്മയൊക്കെ. പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ബ്രദറും ഫാമിലിയും വരുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് ലൈഹാം വാവയുമായിട്ട് നമ്മൾ മീൻ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ലൈഹാം വാവ ഇങ്ങനെ ചുറ്റും നോക്കും. അവന് എപ്പോഴും ഇങ്ങനെ വണ്ടിയുടെ ആ ഒരു ടയർ കാണാനാണ് ഇഷ്ടം. അപ്പം നമ്മളിത് മീൻ മാർക്കറ്റിലെത്തി. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഈ കുവൈറ്റി ഡ്രസ്സുണ്ടല്ലോ, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഇഷ്ടം തോന്നി, ഞാൻ അങ്ങനെ എടുത്തതാണ്. നമ്മൾ മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. കുറേ ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസാണ് ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ കാണുന്നത്. കുറേ ഉണ്ട്, മസ്കാരയും പിന്നെ നമ്മുടെ ഐലാഷസും നമ്മുടെ നോസ് ക്ലെൻസിങ് പോർ സ്ട്രിപ്സും എല്ലാം ഉണ്ട്, നെയിൽ എക്സ്റ്റൻഷന്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഹെയർ ചീകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോമ്പും സംഭവങ്ങളും, പിന്നെ ഹെയർ ക്ലിപ്സ്, അങ്ങനെ എല്ലാമാണ് ആദ്യം ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറിപ്പോകുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കുറേ ഹെയർ ക്ലിപ്സും നെയിൽ എക്സ്റ്റൻഷനും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയിലുള്ളതുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടോ, നമ്മൾ ട്രാവലിംഗ് പർപ്പസിന് ഏറ്റവും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. ഇത് നമുക്ക് ഷാമ്പു, ഓയിൽ, ലോഷന്, ക്രീമും ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ കണ്ടത് നമ്മൾ വാട്ടർ ബോട്ടിലാണ്, നല്ല ഭംഗിയിലുള്ള വാട്ടർ ബോട്ടിലാണ്, പല പല ഷേപ്പുകളിലുള്ളത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിക്കാൻ അവർക്ക് ഇഷ്ടം തോന്നുന്ന കുറേ വാട്ടർ ബോട്ടിലുകളുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതെല്ലാം വാൾ ഡെക്കറുകളാണ്. ഇതൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. വാൾ ഡെക്കേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്വാളിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലേണിംഗ് ടോയ്സ് ആണ് ഞാൻ കണ്ടത്, നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെയുള്ള വുഡനായിട്ടുള്ള സംഭവമാണ്. അപ്പം അതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. 3+ ആണ്. പിന്നെ നമ്മൾ പിന്നെ വന്നത് ഇങ്ങനെ കുറേ പ്ലാന്റുകളും ഫ്ലവർ വൈസും അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്താണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന് മുന്നേ വന്നപ്പോഴും എനിക്ക് നല്ല ഇഷ്ടം തോന്നിയ ഒരു ഏരിയയാണിത്. എന്താ പറയുക, ഒറിജിനലെ വെല്ലുന്ന സാധനമെന്ന് പറയാം. അങ്ങനെ അടിപൊളിയാണ് ഈ ഒരു ഏരിയയിൽ. ഇവിടെ വന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഒരു എന്താ പറയുന്ന ഒരു പ്ലേസാണ്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒന്നും പറ്റിയില്ല. എൻ്റെ കുഞ്ഞി അങ്ങ് ഭയങ്കര അലമ്പായിരുന്നു അന്നേരം, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ എൻ്റെ കൈ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ആരും വിളിച്ചിട്ട് പോയതുമില്ല, സ്ട്രോളറിലും ഇരുന്നില്ല. പക്ഷേ ഹൈസൂട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ലയൂട്ടനും നല്ല അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ല ഇഷ്ടം തോന്നി ഇതൊക്കെ കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും. ഒന്നും നടന്നില്ല. പുതുതായിട്ട് ഫ്ലാറ്റ് വാങ്ങുന്നവർക്കും ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ മതി. ചീപ്പ് റേറ്റിൽ കുറേ ഐറ്റംസ് കിട്ടും, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. 500 ഫിൽസ്, 1 KD 2 KD അങ്ങനെ ആണെങ്കിലും അല്ലാത്ത റേറ്റിനുള്ളതുമുണ്ട്. എന്നാലും ചീപ്പ് റേറ്റിന് കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസും ഉണ്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ പാർട്ടിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസും ഉണ്ട്. അത് ഞാൻ ക്യാൻവാസ് ചേഞ്ച് ചെയ്താണ് എടുത്തേക്കുന്നത് ഷോർട്ടായിട്ട് ഇടാൻ.
അപ്പോൾ ഷോർട്ടായിട്ട് ഇടാം, അന്നേരം കാണാൻ പറ്റുന്നവർക്ക് കാണാം. പിന്നെ ഇതെല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ ഈ ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു മോഡലല്ലേ ഇങ്ങനത്തെ ഈ ഒരു ഫേൺ ടൈപ്പുള്ള എന്താ പറയുന്നത് ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ചകിരി വെച്ചിട്ടും ഒക്കെ നമുക്ക് എന്താ പറയുന്നത് കണ്ട ഒറിജിനലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ വന്നത് സെറാമിക് പാത്രങ്ങളുടെ അടുത്താണ്. അറബിക് ഡിസൈൻ ഉള്ളതുകൊണ്ട് ഈ ബ്ലാക്ക് കളറുണ്ട്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലേറ്റ്സ് ഇല്ല, ബൗൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും കാണുന്ന നോർമൽ വൈറ്റും പിന്നെ ഈ ഒരു കളർ, ഇതും ഞാൻ അങ്ങനെ അധികവും കണ്ടിട്ടില്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കൂടുതലും അറബിക് ഡിസൈനുള്ള കുറേ പാത്രങ്ങളായിരുന്നു. പിന്നെ ഈ ആപ്പിളിൻ്റെ പീലർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഇവിടെ ഈ ഒരു സെക്ഷനിലുണ്ടായിരുന്നു. പിന്നെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, പിന്നെ നമ്മുടെ സീറിയൽസ് മില്ലറ്റ്സ് അതൊക്കെ ഇട്ട് വെക്കുന്ന കുറേ ബോട്ടിൽസ്. പിന്നെ ഇത് വേസ്റ്റ് നമുക്ക് ഇടുന്ന പാത്രമാണോ അതോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാത്രമാണോ എന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ എന്താ പറയുക ക്വാളിറ്റി ഇല്ലായിരുന്നു, മറ്റതിനാണെങ്കിൽ ഓക്കെ. ഇത് പിന്നെ വേസ്റ്റ് ബിന്ന്, കുഞ്ഞു വേസ്റ്റ് ബിന്ന് പല ഷേപ്പിലും പല ഡിസൈനിലും ഉള്ളതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കടുക് ജീരകം ഉലുവാക്കി ഇട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞ് ഗ്ലാസിൻ്റെ ബോട്ടിൽസ്. പിന്നെ ടോപ്പ് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ബോട്ടിൽസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും നമുക്ക് ഉപ്പ് അങ്ങനെ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാം. പിന്നെ നമ്മൾ വന്നത് ഇങ്ങനത്തെ പിടിയുള്ള ഗ്ലാസ്സുകൾ എൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ്. പല വലിപ്പത്തിലുള്ളതുണ്ടായിരുന്നു. കാവ കുടിക്കാനുള്ളത്, നമ്മളുടെ കട്ടൻ ചായ കുടിക്കാനുള്ളത്, ചായ കുടിക്കാനുള്ളത്, ജ്യൂസ് കുടിക്കാനുള്ളത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അതും എന്താ പറയുക 6 500 ഫിൽസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ചീപ്പായിരുന്നു ഈ ഒരു ഏരിയയിലത്തെ സാധനങ്ങൾക്ക്. അതിനകത്ത് തന്നെ ഗോൾഡൻ കളറിലെ ഡിസൈൻ കൊടുത്തിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു, കാവയുടെ കപ്പും ഒക്കെ. പിന്നെ നമ്മൾ വന്നത് അറബിക് ഒരു എന്താ പറയുക ട്രഡീഷണൽ കുറേ പാത്രങ്ങളുടെ സെക്ഷനിലോട്ടായിരുന്നു. ഇത് കാണാനും എപ്പോഴും എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ പാത്രങ്ങൾ ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാവേ. കുറേ പേർക്ക് ഇങ്ങനെ ഈ ഗോൾഡൻ കളർ അറബിക് പാത്രങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ സ്പൂണുകളൊക്കെ കാണുമ്പോൾ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന സ്പൂണുകൾ ഞാൻ ഓർത്തു പോകും. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റുമായി, എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോയി ഞാൻ. പിന്നെ ഈ പെൻഡൻറ്റിൻ്റെ ഷേപ്പിലുള്ള കുറേ മാല പോലെ കിടക്കുന്നു. പിന്നെ ഈ ഒരു സ്പൂണ് കണ്ടോ, നല്ല ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള. പിന്നെ വീണ്ടും നമ്മൾ അറബിക് ട്രഡീഷണൽ പാത്രങ്ങളുടെ അടുത്തോട്ടാണ് വന്നത്. ഇതിനകത്തൊക്കെ എന്താ നട്ട്സായിരിക്കും ഇട്ട് വെക്കുന്നത്. പിന്നെ കേക്കൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിലോട്ടാണ് വന്നത്. കുഞ്ഞുങ്ങളുടെ സെക്ഷനിലോട്ട് വന്നതാണ്. കുറേ നല്ല നല്ല ഫ്രോക്കുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. പണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് എടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നിട്ടുണ്ട്. പക്ഷേ അന്ന് കുറച്ചും കൂടെ ഈ നെറ്റ് ടൈപ്പ് ഫ്രോക്കുകളാണ് നമ്മൾ കുറച്ചും കൂടെ കണ്ടത്. ഇന്ന് അല്ലാത്ത നോർമൽ ഫ്രോക്കുകളാണ് കണ്ടത്. അല്ലാത്ത ഡ്രസ്സുകളും ഈ കാണുന്ന ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. പിന്നെ നമ്മൾ ലേഡീസിൻ്റെ ടോപ്പ് സെക്ഷനിലോട്ടാണ് വന്നത്. അവിടെ ആണെങ്കിൽ നമ്മുടെ കഫ്താൻ ടൈപ്പ് ഡ്രസ്സും കിടപ്പുണ്ടായിരുന്നു. പിന്നെ കോട്ട് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഭാഗത്തോട്ട് പോയില്ല, നമുക്ക് ആകെ നമ്മളങ്ങ് ടയേർഡായിരുന്നു. പിന്നെ വേഗം നമ്മളവിടെ ഇങ്ങനെ ഇതൊക്കെ നോക്കി പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയത്. കുറേ നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളുണ്ട്, അഫോർഡബിളായിട്ടുള്ള റേറ്റിനുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഫ്താൻ മോഡൽ തന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അറബിക് ലെറ്റേഴ്സിൻ്റെ ടൈപ്പിലുള്ള കുറേ ഡ്രസ്സുകൾ. ഈ ഒരു ഡ്രസ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളാകെ ടയേർഡായി ഗൈസ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.